നമസ്കാരം. കണ്ണൂരിൽ ഒരു പാട്ട് പാടിയതിനെ ചൊല്ലി BJP CPM സംഘർഷം. കണ്ണൂർ കണ്ണാടിപ്പറമ്പ് ശ്രീ മുത്തപ്പൻ ക്ഷേത്ര മഹോത്സവത്തിനിടെ RSS ഗണഗീതം പാടിയതിനെ ചൊല്ലിയാണ് സംഘർഷമുണ്ടായത്. പാട്ട് CPM പ്രവർത്തകർ നിർത്തിച്ചു. പരമപവിത്രമിതാമീ മണ്ണിൽ ഭാരതാംബയെ പൂജിക്കാൻ പുണ്യവാഹിനി സേജനമേൽക്കും പൂങ്കാവനങ്ങളുണ്ടിവിടെ, പൂങ്കാവനങ്ങളുണ്ടിവിടെ. ഇലയും ഇതളും പൂവും മുട്ടും ഇറുത്തെടുത്തർപ്പിച്ചിടാൻ തലകുമ്പിട്ടു തരും പൂങ്കൊമ്പുകൾ തഴച്ചു വളരുന്നുണ്ടിവിടെ, തഴച്ചു വളരുന്നുണ്ടിവിടെ. അടിമുടി സേവന വാസന വിതറി അമ്മയ്ക്കർപ്പിച്ചിടാനായി പല നിറമെങ്കിലും ഒറ്റ മനസ്സായി വിടർന്നിടുന്നു മുകുളങ്ങൾ, വിടർന്നിടുന്നു മുകുളങ്ങൾ. ഈ പാട്ടാണ് CPM പ്രവർത്തകരെ ചൊടിപ്പിച്ചത്. ഈ പാട്ട് പാടിയപ്പോൾ സംഘർഷം ഉടലെടുക്കുകയും ഈ പാട്ട് CPM പ്രവർത്തകർ ഇടപെട്ട് നിർത്തിവെക്കുകയും ചെയ്തു. തൃശ്ശൂരിൽ നിന്നുള്ള ഗായക സംഘമാണ് ഗണഗീതം പാടിയത്. പിന്നാലെ CPM പ്രവർത്തകർ സ്റ്റേജിൽ കയറി ഉന്തും തള്ളുമായതോടെ പാട്ട് നിർത്തുകയായിരുന്നു. ഇന്നലെ രാത്രി ഗാനമേളയ്ക്കിടെയായിരുന്നു ഗണഗീതം പാടിയത്. തുടർന്ന് DYFI പ്രവർത്തകർ സ്റ്റേജിൽ കയറി പ്രതിഷേധിക്കുകയായിരുന്നു. തുടർന്ന് പാട്ട് പൂർത്തിയാക്കാതെ ഗായക സംഘം പാട്ട് അവസാനിപ്പിക്കുകയായിരുന്നു. പരിപാടിക്കിടെ സദസ്സിൽ നിന്നുള്ള ആവശ്യപ്രകാരം ഗായക സംഘം ഗണഗീതം ആലപിക്കുകയായിരുന്നു. എന്നാൽ 2 CPM പ്രവർത്തകർ സ്റ്റേജിൽ കയറി പാട്ട് തടയുകയും പാടുന്നത് നിർത്തിപ്പിക്കുകയും ചെയ്തു. ക്ഷേത്ര സംഘാടക സമിതിയിൽ RSS BJP പ്രവർത്തകർക്ക് മുൻകൈയുള്ളതിനാൽ ഇത് വലിയ പ്രതിഷേധത്തിന് വഴിമാറി. പാട്ട് തടയാൻ ശ്രമിച്ച CPM പ്രവർത്തകരെ BJP RSS പ്രവർത്തകർ മർദ്ദിക്കാൻ ശ്രമിച്ചുവെന്ന് ആരോപണമുണ്ട്. അമ്പലങ്ങൾ കേന്ദ്രീകരിച്ച് RSS അജണ്ട നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായാണ് RSS ഗണഗീതം പാടിപ്പിച്ചത്. RSS അജണ്ടകൾ നടപ്പാക്കാൻ ശ്രമിക്കുന്ന വർഗീയവാദികളുടെ ഇത്തരം ശ്രമങ്ങളെ തിരിച്ചറിയാൻ ജനം തയ്യാറാകണമെന്നും ശക്തമായ പ്രതിഷേധത്തിന് DYFI പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നും DYFI വാർത്താക്കുറിപ്പിൽ പറഞ്ഞു. അമ്പലങ്ങൾ കേന്ദ്രീകരിച്ച് RSS അജണ്ട നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായാണ് RSS ഗണഗീതം പാടിപ്പിച്ചത്. RSS അജണ്ടകൾ നടപ്പാക്കാൻ ശ്രമിക്കുന്ന വർഗീയവാദികളുടെ ഇത്തരം ശ്രമങ്ങളെ തിരിച്ചറിയാൻ ജനം തയ്യാറാകണമെന്നും ശക്തമായ പ്രതിഷേധം DYFI സംഘടിപ്പിക്കുമെന്നും DYFI വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചിട്ടുണ്ട്. DYFI കണ്ണാടിപ്പറമ്പ് ഈസ്റ്റ് മേഖലാ കമ്മിറ്റിയാണ് പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. സംഭവത്തെ തുടർന്ന് പ്രദേശത്ത് സംഘർഷാവസ്ഥ നിലനിൽക്കുകയാണിപ്പോഴും. ഇതിൽ പ്രതിഷേധിച്ച് DYFI ഇന്ന് വൈകിട്ട് പ്രതിഷേധ സംഗമം സംഘടിപ്പിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. സംഭവത്തിൽ ഇരുവിഭാഗവും പരാതിയുമായി മുന്നോട്ടു പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. നാട്ടുകാർ ഇടപെട്ടാണ് പരിപാടിക്കിടയിലെ തർക്കം രൂക്ഷമാവുകയും ഉന്തും തള്ളുമായപ്പോൾ നിലവിലെ രംഗം ശാന്തമാക്കിയത്. കണ്ണൂരിലെ ക്ഷേത്രോത്സവ വേദികളിൽ ഇത്തരം ഗണഗീതങ്ങൾ ആലപിക്കുന്നത് മുൻപും വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും കാരണമായിട്ടുണ്ട്. സദസ്സിൽ നിന്നുള്ള അഭ്യർത്ഥന മാനിച്ചാണ് ഗാനം ആലപിച്ചതെന്ന് ഗായക സംഘം വിശദീകരിച്ചു. ഉത്സവ പറമ്പുകളിലും ക്ഷേത്ര മൈതാനങ്ങളിലും നടക്കുന്ന RSS പരിപാടികളിൽ ഗണഗീതങ്ങൾ ആലപിക്കാറുണ്ട്. കണ്ണൂരിലെ രാഷ്ട്രീയ സാംസ്കാരിക പശ്ചാത്തലത്തിൽ ഇത്തരം ഗീതങ്ങൾ ഉത്സവ സീസണുകളിൽ സജീവമായി കേൾക്കാറുമുണ്ട്. പക്ഷേ എല്ലാ രാഷ്ട്രീയ വിഭാഗക്കാരും കൂടിച്ചേരുന്നിടത്ത് ഈ ഗാനം ആലപിക്കുന്നത് ഇതര പാർട്ടിക്കാരെ അസ്വസ്ഥമാക്കാറുണ്ട്. വലിയ പ്രശ്നങ്ങളിലേക്ക് ഇത് പോകാറുമുണ്ട്. പൊതുവെ CPM BJP പ്രവർത്തകരാണ് അമ്പലപ്പറമ്പുകളിൽ ഏറ്റുമുട്ടുന്നത് പതിവ്. ചെറിയ പ്രശ്നം പോലും ഊതിപ്പെരിപ്പിച്ച് പരസ്പരം ഏറ്റുമുട്ടുകയാണ് ചെയ്യാറ്. ജനുവരി മുതൽ അങ്ങോട്ട് ഉത്സവ സീസണാണ്. പ്രത്യേകിച്ച് കണ്ണൂരിൽ തെയ്യക്കാലം കൂടിയാണ്. ഈ സമയത്താണ് കൂടുതൽ സംഘർഷങ്ങൾ ഉണ്ടാവാറുള്ളത്. കണ്ണൂരിൽ ക്ഷേത്രോത്സവത്തിനിടെ പോലീസിനെ ആക്രമിച്ചതിന് BJP CPM പ്രവർത്തകർക്കെതിരെ കഴിഞ്ഞ വർഷം മാർച്ചിൽ കേസെടുത്തിരുന്നു. മുഴപ്പിലങ്ങാട് കുറുമ്പ ഭഗവതി ക്ഷേത്രം താലപ്പൊലി ഉത്സവത്തിലെ കലശം വരവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ വർഷം വലിയ സംഘർഷമായിരുന്നു ഉണ്ടായത്. തടയാനെത്തിയ പോലീസുകാരെയും സംഘം മർദ്ദിച്ചിരുന്നു. സംഘർഷത്തിൽ 4 പോലീസ് ഉദ്യോഗസ്ഥർക്കാണ് പരിക്കേറ്റത്. കലശം കടന്നു പോകുന്നതുമായി ബന്ധപ്പെട്ട വാക്കുതർക്കമാണ് സംഘർഷത്തിൽ കലാശിച്ചിരുന്നത്. തർക്കം ഒഴിവാക്കാനായി പോലീസ് ശ്രമിക്കുന്നതിനിടെയാണ് പോലീസുകാർക്കും പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായത്. CPM BJP സംഘർഷം തടയാൻ ശ്രമിക്കുന്നതിനിടെ പോലീസിനെ ആക്രമിച്ചുവെന്നായിരുന്നു കേസ്. 100ഓളം പ്രവർത്തകർക്കെതിരെയായിരുന്നു എടക്കാട് പോലീസ് അന്ന് കേസെടുത്തത്.
അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം മാർച്ചിൽ കണ്ണൂർ പൊയിലൂർ മുത്തപ്പൻ വടപുര തിറ ഉത്സവത്തിനിടെ ഉണ്ടായ സംഘർഷത്തിൽ BJP പ്രവർത്തകന് വെട്ടേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആക്രമണത്തിൽ 4 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ആക്രമണത്തിന് പിന്നിൽ CPM പ്രവർത്തകരാണെന്നായിരുന്നു BJP ആരോപിച്ചിരുന്നത്. ഇത്തരം ഗണഗീതത്തിന്റെ പേരിൽ ഇങ്ങനെ ഒരുപാട് സംഘർഷങ്ങൾ ഉടലെടുക്കാറുണ്ട്. പൊതുവെ CPM പ്രവർത്തകർ ഇത് BJP RSS അജണ്ടയാണെന്ന് പറഞ്ഞാണ് പലപ്പോഴും ഇതിനെ എതിർക്കാറുള്ളത്.